ലാംഗ്വേജ് അക്രോസ് കരിക്കുലം തേർഡ് യൂണിറ്റിൽ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. ഈ ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് NCERT ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 2005 NCF ആണ് നമ്മുടെ സിലബസിലുള്ളത്. ഇത് ഫോർത്ത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. ഇതിനു മുന്നേ 1978, 88, 2000 ഈ വർഷങ്ങളിലൊക്കെ NCF ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 മെയിനായിട്ട് എയിം ചെയ്യുന്നത് എന്താണ്? ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ ഒന്ന് ആധുനികവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു NCFലൂടെ അവരുദ്ദേശിക്കുന്നത്. ഇത് പ്രൊഫസർ യശ്പാലിൻ്റെ അണ്ടറിലുള്ള ഒരു കമ്മിറ്റിയാണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അണ്ടറിൽ ഒരു 21 സബ് കമ്മിറ്റീസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ മൊത്തത്തിലൊന്ന് ഉടച്ചു വാർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു NCF 2005 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ അവരുടെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് എന്തായിരുന്നു? ടു എൻഷുർ എ നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് റെസ്പോൺസ് ടു ഇന്ത്യാസ് ഡൈവേഴ്സിറ്റി വൈൽ ഫോസ്റ്ററിങ് കോമൺ കോർ വാല്യൂസ്. ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. സോ അതിനെ നിലനിർത്തിക്കൊണ്ട്, ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെ നിലനിർത്തിക്കൊണ്ട്, വാല്യൂസിനെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു മോട്ടോ ആണ് NCF 2005 ഉണ്ടായിരുന്നത്. സോ ഈ ഒരു NCF മെയിനായിട്ട് സ്കൂൾ എഡ്യൂക്കേഷനെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. സോ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ സിലബസ്, ടെക്സ്റ്റ് ബുക്ക്, ടീച്ചിങ് പ്രാക്ടീസസ് എങ്ങനെ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കാണ്. ഇനി ഈ ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന് 5 സെഗ്മെൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ സെഗ്മെൻ്റ് ആണ് പെർസ്പെക്റ്റീവ് ഓഫ് NCF, രണ്ടാമത്തേത് ലേണിംഗ് ആൻഡ് നോളജ്, ദെൻ തേർഡ് വൺ കരിക്കുലർ ഏരിയ, സ്കൂൾ സ്റ്റേജ് ആൻഡ് അസസ്മെൻറ്റ്, ദെൻ ഫോർത്ത് വൺ സ്കൂൾ ആൻഡ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്, ദെൻ സിസ്റ്റമാറ്റിക് റീഫോംസ്. ഈ 5 കാര്യങ്ങളാണ് നമ്മുടെ NCF 2005 പ്രതിപാദിച്ചിട്ടുള്ളത്. ഇനി ആദ്യത്തെ പെർസ്പെക്റ്റീവ്സ് ഓഫ് NCF എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഗൈഡ് ലൈൻ പ്രിൻസിപ്പിൾസ് ആണ് 5 എണ്ണമാണുള്ളത്. ഫസ്റ്റത്തേത് എന്താണ്? ഞാൻ ഓരോന്നായി വായിക്കുന്നില്ല, ബട്ട് ഐ വിൽ ജസ്റ്റ് സേ ദ മീനിങ്. റോട്ട് ലേണിംഗ് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ പണ്ട് പഠിച്ചിരുന്ന ആ ഒരു രീതി, ബൈ ഹാർട്ട് ആയിട്ടുള്ള മെമ്മറൈസിങ് രീതി. അപ്പോൾ അതിൽ നിന്ന് മാറി അർത്ഥമറിഞ്ഞ് പഠിക്കുന്ന ഒരു മീനിങ് ഫുൾ ലേണിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അതാണ് ആദ്യമായി നമ്മുടെ പെർസ്പെക്റ്റീവ്സിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തേത് എന്താണ്? കുട്ടികൾ പഠിക്കുന്നതെല്ലാം അവർക്ക് റിയൽ ലൈഫ് ആപ്ലിക്കേഷന് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അപ്പോൾ അവരുടെ നോളജിനെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്യണം. അടുത്തത് എന്താണ്? കരിക്കുലം ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങി നിൽക്കരുത്, മറിച്ച് അത് ടെക്സ്റ്റ് ബുക്കിന് അപ്പുറം കരിക്കുലത്തിനെ എൻറിച്ച് ചെയ്ത് കൊണ്ടുപോകണം. അടുത്തത് എന്താണ്? മേക്ക് എക്സാംസ് മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഇൻറ്റഗ്രേറ്റ് വിത്ത് ക്ലാസ് റൂം പെർഫോമൻസ്. കുട്ടികൾക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ അത് അവരുടെ ക്ലാസ് റൂം പെർഫോമൻസുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. മിടുക്കനായ ഒരു കുട്ടി ഒരു എക്സാം നന്നായി പെർഫോം ചെയ്യാത്ത കാരണം അവൻ്റെ റാങ്ക് താഴോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. സോ ഇങ്ങനെയൊരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നാൽ പലപ്പോഴും നമുക്ക് ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അടുത്തത് എന്താണ്? ഫോസ്റ്റർ നാഷണൽ ഐഡൻറ്റിറ്റി ത്രൂ ഡെമോക്രാറ്റിക് പോളിസീസ്. ഡെമോക്രാറ്റിക് പോളിസിയിലൂടെ നമ്മുടെ നാഷണൽ ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിക്കുക. അടുത്തത് ലേണിംഗ് ആൻഡ് നോളജ്. സോ ആദ്യം പറഞ്ഞത് നമുക്ക് ആ ഒരു വിദ്യാഭ്യാസ രീതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻ പ്രിൻസിപ്പിൾ ആയിരുന്നു. ഇനി കുട്ടികളുടെ ലേണിംഗ് ആൻഡ് നോളജ് എങ്ങനെ പോകണമെന്നാണ് നോക്കുന്നത്. ആദ്യമായി പറയുന്നത് എക്സ്പീരിയൻഷ്യൽ മോഡിലൂടെ കുട്ടികൾ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ട് പഠിക്കുന്ന ആ ഒരു ആക്റ്റീവ് ലേണിംഗ് പ്രക്രിയ കൊണ്ടുവരണം. അടുത്തത് എന്താണ്? എൻഗേജ് ലേണേഴ്സ് ഇൻ കൺസ്ട്രക്റ്റിംഗ് നോളജ് ആൻഡ് ഫോസ്റ്ററിങ് ക്രിയേറ്റിവിറ്റി. വെറുതെ സ്പൂൺ ഫീഡിങ്ങിലൂടെ കുട്ടികൾക്ക് നോളജ് കൊടുക്കാതെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവർ തന്നെ നോളജ് കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു പഠനം. അതുപോലെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ സോഷ്യോ കൾച്ചറൽ റിയാലിറ്റീസ്. നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് പലതും നമുക്ക് മനസ്സിൽ അതിനെക്കുറിച്ചൊരു ചോദ്യമുണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും നമുക്കത് ഉന്നയിക്കാൻ പറ്റിയിരുന്നില്ല. അതേസമയം ഇന്നത്തെ കുട്ടികളെ എന്തിനേയും വിമർശനാത്മകമായ രീതിയിൽ നേരിടാൻ പ്രാപ്തരാക്കണം. അതാണ് നമ്മുടെ തേർഡ് പോയിന്റ് പറയുന്നത്. അടുത്തത് എന്താണ്? ലോക്കൽ നോളജ് ആൻഡ് ചിൽഡ്രൻസ് എക്സ്പീരിയൻസസ് ആസ് എസെൻഷ്യൽ കമ്പോണൻസ് ഇൻ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് പെഡഗോജി. കുട്ടികൾക്ക് അവരുടെ ആ ഒരു ലോക്കൽ നോളജ് ആക്സസിബിൾ ആയിരിക്കണം. അടുത്തത് എന്താണ്? സ്കൂൾ ആൻഡ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്. എങ്ങനെയായിരിക്കണം കുട്ടികളുടെ സ്കൂൾ ആൻഡ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. ആദ്യമായിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്. കുട്ടികൾക്ക് പ്രോപ്പർ ലൈറ്റ് വേണം, ക്ലാസ്സിൽ വെന്റിലേഷൻ വേണം, പ്രോപ്പർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വേണം,
ലാബുകളിലാവട്ടെ, മറ്റ് ലൈബ്രറി ആവട്ടെ, ക്ലാസ് റൂം ആവട്ടെ, പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടായിരിക്കണം. ദെൻ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 1:30 എന്നുള്ള ലെവലിൽ പ്രൈമറി ക്ലാസ്സുകളിൽ ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ ഉണ്ടായിരിക്കണം. ദെൻ ഹൈജീൻ ആൻഡ് സേഫ്റ്റി, കുട്ടികൾക്ക് നല്ല ക്ലീൻ ആൻഡ് സേഫ് എൻവയോൺമെൻറ്റ് ആയിരിക്കണം. അതുപോലെ ക്ലീൻ വാട്ടർ പ്രൊവൈഡ് ചെയ്യണം കുട്ടികൾക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹൈജീൻ ആൻഡ് സേഫ്റ്റിയിൽ വരുന്നത്. ദെൻ ICT ആൻഡ് മൾട്ടിമീഡിയ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ദെൻ കുട്ടികൾക്ക് എല്ലാ സ്കൂൾസിലും ലൈബ്രറി ആൻഡ് ലബോറട്ടറി ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. അടുത്തത് കരിക്കുലർ ഏരിയ, സ്കൂൾ സ്റ്റേജ് ആൻഡ് അസസ്മെൻറ്റ്. ഇവിടെ നമ്മൾ ഒരു 9 സബ്ജക്ട്സ് ആണ് കോർ സബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജിൽ അവർ പറയുന്നത് എന്താണ്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മദർ ടങ്ങിലായിരിക്കണം. അതേപോലെ 3 ലാംഗ്വേജ് ഫോർമുല നമ്മൾ കണ്ടംപററി എഡ്യൂക്കേഷനിൽ പഠിക്കുന്നുണ്ട്. 3 ലാംഗ്വേജ് ഫോർമുല എന്താണെന്ന്. സോ ആ ഒരു 3 ലാംഗ്വേജ് ഫോർമുലയും NCF പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ മാത്തമാറ്റിക്സിൽ എന്താണ്? കുട്ടികളുടെ തിങ്കിങ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യണം. ദെൻ കംസ് സയൻസ്. ഇവിടെ എന്താ പറയുന്നത്? കുട്ടികളുടെ ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള മെത്തേഡ്സ് ആൻഡ് പ്രോസസ്സ് യൂസ് ചെയ്യണം. സോഷ്യൽ സ്റ്റഡീസിൽ എന്താണ്? കുട്ടികളുടെ ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ ഇഷ്യൂസിന് കുട്ടികൾ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പഠനം. അതുപോലെ ജെൻഡർ ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ്, മാർജിനലൈസ് ഗ്രൂപ്പിനോടുള്ള ഒരു സെൻസിറ്റിവിറ്റി, ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യണം. ദെൻ വർക്ക് എക്സ്പീരിയൻസ്, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യണം. ദെൻ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് ഹെൽത്തിനെ കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും ഫിറ്റ്നസിനെ കുറിച്ചുമായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് നൽകണം. ദെൻ പീസ്, കുട്ടികൾക്ക് പീസ് ഓറിയൻറ്റഡ് വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കണം. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, കുട്ടികൾക്ക് സ്കൂൾ കരിക്കുലത്തിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനെ ഒരു ഇൻ്റഗ്രൽ കോമ്പോണൻ്റായി കൊണ്ടുവരണം. ദെൻ ഹാബിറ്റാറ്റ് ആൻഡ് ലേണിംഗ് എന്താണ്? നമ്മുടെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനാണ് ഇവിടെ പറയുന്നത്. അതും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം.